രാത്രി ഏറെ വൈകിയ ശേഷമാണ് ഗൗരി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നത്. മഹി എവിടെയെങ്കിലും കാണാഞ്ഞപ്പോൾ അവളൊന്ന് പേടിച്ചു. സമയം 9:30 ആവുന്നു. അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. അടുക്കളയിൽ ചെറിയ തട്ടുമുട്ടും കേൾക്കാം. മഹി അവിടെ ഉണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി. ചോറും കറികളും എല്ലാം എടുത്ത് ചൂടാക്കിയ ശേഷം അവൻ ഒന്നൊന്നായി എടുത്ത് മേശമേൽ കൊണ്ടുവച്ചു. ഗൗരി, മഹി വിളിച്ചപ്പോൾ അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഭക്ഷണം കഴിക്കാൻ പാടോ? വിശക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. അതെന്താ? വിശപ്പില്ല, അത്ര തന്നെ. ഗൗരി, എന്നോടുള്ള വാശി നീ എന്തിനാണ് ഭക്ഷണത്തോട് കാണിക്കുന്നേ? എനിക്കാരോടും വാശിയില്ല. പോരെ? പോരാ. എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്ക്. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോകാൻ തുനിഞ്ഞതും മഹി അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഗൗരി, നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. ഇതെല്ലാം എടുത്ത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി കിടന്നു. അവനെ ഒന്ന് നോക്കിയിട്ട് ഗൗരി അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം അവൾ കിടക്കാനായി കയറിപ്പോയത്. ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് മഹിയും അവളുടെ അടുത്തേക്ക് കയറിപ്പോയി. ശരിയാണ്, തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ നീ എന്നെ ഒന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ലല്ലോ. ബെഡിൻ്റെ ഇരുവശങ്ങളിലുമായി കിടക്കുകയാണ് രണ്ടാളും. നിനക്ക് അറിയോ എത്ര ദിവസമായെന്ന് ഞാനും ശരിക്കും ഉറങ്ങിയിട്ട്? നേരം വെളുക്കാറാകും ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ. അതുവരെയും നിന്നെ നോക്കി അങ്ങനെ കിടക്കും. ഇന്നാണെങ്കിൽ വെറുതെ ഒന്ന് കിടന്നതാണ്. കഷ്ടകാലത്തിന് ഉറങ്ങി പോവുകയും ചെയ്തു. ഗൗരി ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. അപ്പോഴും ഗൗരി, നീ എന്തെങ്കിലും ഒന്ന് പറയുക. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മഹി കുറേയേറെ തവണ ഓരോന്നും പറഞ്ഞുകൊണ്ട് കിടന്നുവെങ്കിലും അവൾ അനങ്ങാൻ പോയില്ല. ചുമരിനോട് കൂടുതൽ ചേർന്നുകൊണ്ട് കിടക്കുകയാണ് പെണ്ണ്. അപ്പോഴും മഹി അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങി വന്നു. അത് മനസ്സിലാക്കിയ അവൾ ശ്വാസം മടക്കി പിടിച്ച് കിടക്കുകയാണ്. പെട്ടെന്നവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. വിടും മഹിയേട്ടാ, വിടാനല്ലേ പറഞ്ഞേ? അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചുകൊണ്ട് ഗൗരി അവൻ്റെ ദേഹത്തിൽ നിന്നും കുതിറി. ഇല്ല, നീ എന്നോടുള്ള പിണക്കം മാറ്റാത്തത് കൊണ്ട് ഞാൻ നിന്നെ വിടില്ല. അവൻ അവളെയും തന്നിലേക്ക് കൂടുതൽ അമർത്തിയതും അവൾക്കാകെ വല്ലായിക പോലെ തോന്നി. മഹിയേട്ടാ, വിടുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ മഹിയെ നോക്കി കോപത്തോടെ പറഞ്ഞു. ഞാൻ എത്ര വട്ടം സോറി പറഞ്ഞു? നിനക്ക് ഒന്ന് ക്ഷമിച്ചൂടെ? ഇല്ല, ക്ഷമിക്കില്ല. ഗൗരി മുഖം വെട്ടിത്തിരിച്ചു. ഗൗരി, എടാ, ഞാൻ നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ, എന്നിട്ടും നീ ഇങ്ങനെ തുടങ്ങല്ലേ? സത്യമായിട്ടും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അതിനേക്കാൾ ഏറെ സങ്കടം എനിക്കുണ്ട്. അത് മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. അവൻ്റെ കൈകൾ അയഞ്ഞപ്പോൾ ഗൗരി ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു. ഞാൻ വിളിച്ചപ്പോൾ എല്ലാം ഒന്ന് ഫോൺ പോലും എടുക്കാത്തതുകൊണ്ട് ഇവിടെ കുടിയും കഴിഞ്ഞ് കിടന്നുറങ്ങി. ഏട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടുകയായിരുന്നു. എനിക്ക് എത്രമാത്രം വിഷമം വന്നു. ആ മഴയത്ത് നനഞ്ഞ് കുളിച്ച് എന്തൊരു ഇടിയായിരുന്നു എന്നറിയോ? എന്നെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. എന്നോട് ഒരല്പം പോലും സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ? അത് പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഗൗരി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. പറയും, അങ്ങനെ തന്നെ പറയും. ഗൗരി, പറ്റിപ്പോയി. അതിന് എന്താ പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചങ്കിക്കൊള്ളിക്കല്ലേ. പിന്നെ സ്നേഹമുണ്ടായിരുന്ന ആള് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ എന്നെ താലി വലിച്ച് പൊട്ടിക്കുവാൻ തുടങ്ങിയതല്ലേ? എന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ബഹളം കൂട്ടി. മീനാക്ഷിയോട് പറഞ്ഞില്ലേ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന്? ഏട്ടന് യോജിക്കാത്ത പെണ്ണാണ് എന്നും പറഞ്ഞ് എന്നെ എത്രമാത്രം പരിഹസിച്ചു, അവഹേളിച്ചു. എന്നിട്ടും ഞാനും എല്ലാം മറന്നിട്ട് ഇന്നലെ രാത്രിയിൽ അവൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മഹി അനങ്ങാതെ കിടക്കുകയാണ്. സത്യമാണ് ഗൗരി പറയുന്നത്. താൻ അവളോട് പെരുമാറിയതും പ്രവർത്തിച്ചതുമെല്ലാം അവളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്, ഒരു തീനാളം പോലെ അണയാതെ. മഹിയേട്ടന് അറിയോ, മറ്റാരോടും ഒന്നും പറയാത്തത് കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ ചെറിയമ്മ എത്രമാത്രം കുത്തുവാക്കുകൾ എന്നോട് പറഞ്ഞുവെന്ന്, എത്രമാത്രം എന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. എൻ്റെ പുറം പൊളിയുന്ന മാതിരിയായിരുന്നു എനിക്കിട്ടടിക്കുന്നത്. എന്നിട്ടും എല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞു ആ നരകത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പുരുഷൻ്റെ പാതിയാവാൻ. ചിലപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കും, ഒരു നോക്ക് പോലും പരസ്പരം കാണുകയോ മനസ്സിലാക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യാത്ത ഒരാളെ എന്തിന് കല്യാണം കഴിക്കുകയെന്ന് സമ്മതം പറഞ്ഞെന്ന്. മഹിയേട്ടൻ എന്നെ വെറുക്കുകയും തള്ളി പറയുകയും ഒക്കെ ചെയ്ത ഓരോ നിമിഷവും ഞാൻ എൻ്റെ സങ്കടം മുഴുവനും ഉള്ളിലൊതുക്കി കഴിഞ്ഞു. എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നൊരു പ്രതീക്ഷയിൽ എല്ലാം മറന്ന് എന്നെ ഹൃദയത്തിലേക്ക് ചേർക്കുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു, ആഗ്രഹിച്ചു. എൻ്റേതാണ് എന്ന് വെറുതെ ഞാൻ മോഹിച്ചു. ഒക്കെ എൻ്റെ പാഴ്ക്കിനാവുകളായിരുന്നു. അല്ലെങ്കിലും എന്നെ ആർക്കും വേണ്ടല്ലോ. എനിക്കറിയാം. തേങ്ങിൽ അടക്കി പിടിച്ചുകൊണ്ട് ഗൗരി കിടക്കുകയാണ്. മഹിയാണെങ്കിൽ ഒന്നും പറയാത്തത് കൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനങ്ങാതെ കിടക്കുകയാണ്. അവൻ്റെ മൗനം ശരിക്കും പറഞ്ഞാൽ ഗൗരിയെ തെല്ലെന്ന് വിഷമിപ്പിച്ചു.
അല്പം കഴിഞ്ഞതും അവൾ തിരിഞ്ഞുകൊണ്ട് മഹിയെന്ന് നോക്കി. വലത് കൈത്തണ്ടുകൊണ്ട് നെറ്റിയും കണ്ണുകളും മറച്ചുകൊണ്ട് കിടക്കുകയാണ് അവൻ. ഉറങ്ങിപ്പോയോ? അപ്പോൾ ഞാൻ ആരോടാണ് ഇത്ര നേരം ഇതെല്ലാം പറഞ്ഞത്? ഗൗരി ഓർത്തു. തന്നോട് കുറേ സോറിയൊക്കെ പറഞ്ഞു ചേർത്ത് പിടിക്കാമെന്നും 1000 ചുംബനങ്ങൾ കൊണ്ട് മൂടുമെന്നുമൊക്കെ കരുതിയ താനിപ്പോൾ ആരായി? അവൻ്റെ വയറിട്ട് ഒരു കുത്തു കൊടുക്കാനായി അവൾ തൻ്റെ മുഷ്ടി ചുരുട്ടിയതും ഗൗരി കണ്ടു. മഹിയുടെ ചെന്നിയിൽ കൂടി കണ്ണുനീർ ഒഴുകി വരുന്നത്. അവൾക്ക് തന്നെ നെഞ്ചി വിങ്ങുന്നത് പോലെ തോന്നി. മഹിയേട്ടാ. അവൻ്റെ മുഖത്തുനിന്നും അവൾ കൈകളെടുത്തു മാറ്റിയതും കണ്ടു. കണ്ണുനീർ അമർത്തി തുടയ്ക്കുന്നവനെ. അത് കണ്ടതും അവളും കരഞ്ഞുപോയി. മഹിയേട്ടാ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഏട്ടൻ കരയുവാണോ? അവൾക്കും സങ്കടം വന്നു. പെട്ടെന്നവൻ അവളെ തന്നിലേക്ക് ആശ്ലേഷിച്ചു. എന്നിട്ട് അവൾ നെറുകയിൽ കുറേയേറെ മുത്തം നൽകി. ഗൗരി, ഐ ആം സോറി ഡി. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവനവളെ ഇറുക്ക പുണർന്നു. നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം എന്നോട് പറയരുത്. എൻ്റെ ഓരോ ശ്വാസവും അത് നിനക്കായുള്ളതാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ മഹി ഉണ്ടാവില്ല. ഈ ലോകത്തിൽ നിന്നും മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് ഞാൻ നിന്നെയാണ്. നീ എൻ്റെ പ്രാണൻ്റെ പാതിയല്ലേടി. ഗൗരിയും വിങ്ങി കരയുകയായിരുന്നു. അപ്പോൾ നിന്നെ ഓരോ നിമിഷവും വേദനിപ്പിച്ചതിന് എത്ര വട്ടം എൻ്റെ ഹൃദയം കൊണ്ട് നിന്നോട് ഞാൻ മാപ്പ് പറഞ്ഞെന്നറിയോ? ഇനി ഒരിക്കൽ പോലും നിന്റെ മിഴികൾ നിറയാൻ ഇടവരുത്തരുത് എന്ന് മാത്രമായിരുന്നു നീ എന്നിലേക്ക് ലയിച്ചപ്പോൾ പോലും ഞാൻ ഓർത്തതും പ്രാർത്ഥിച്ചതും. പക്ഷേ ഈ നശിച്ച മഴ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരില്ല മഹിയേട്ടാ, പോട്ടെ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഇരുവരും കുറേ സമയം അങ്ങനെ ആ കിടപ്പ് തുടർന്നു. ഇന്നലെ പെയ്ത മഴ അവരിൽ പ്രണയവർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് രതിയുടെ പല ഭാവങ്ങൾ വാരി വിതറിയെങ്കിൽ ഇന്ന് മഴയ്ക്ക് സംഹാര രൂപമായിരുന്നു. മഹിയും ഗൗരിയും കൂടെ കാലത്തെ അമ്പലത്തിൽ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗൗരിയാണ് അവനോട് തങ്ങൾക്കൊരുമിച്ച് ഭഗവാനെ തൊഴുതു വരാമെന്ന് പറഞ്ഞത്. അവൾ പിറന്നാൾ സമ്മാനമായി വാങ്ങിക്കൊടുത്ത കുർത്തയും മുണ്ടുമാണ് മഹി ധരിച്ചിരിക്കുന്നത്. ഗൗരിയാണെങ്കിൽ അന്ന് വാങ്ങിയ സെറ്റും മുണ്ടും ഒടുക്കുവാനുള്ള തത്രപ്പാടിലാണ്. കുറേ നേരമായല്ലോ ഗൗരി നീ ഇതും തുടങ്ങിയിട്ട്. ഇതേവരെയായിട്ടും ഒടുത്ത് കഴിഞ്ഞില്ലേ? ഇതാ കഴിയാറായി മഹിയേട്ടാ. ഒരു 2 മിനിറ്റ്. വേഗം ആയിക്കോട്ടെ. എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ, സഹായം ഒന്നും വേണ്ടി. ഞാൻ അറിയുന്ന രീതിയിൽ ഉടുത്തേക്കാം. കാര്യമൊക്കെ ശരി തന്നെ. അവിടെയും ഇടയുമൊക്കെ കാണുന്ന രീതിയിൽ ഉടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാമെന്ന് വിചാരിക്കേണ്ട. ഓ, ഉത്തരവ്. നേരത്തിൻ്റെ തുമ്പെടുത്ത് നന്നായി അടുക്കി തോളിലേക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് അവൾ നീലക്കണ്ണയുടെ മുന്നിൽ വന്ന് നിന്നു. അല്പം പൗഡറൊക്കെ പൂശിയിട്ട് കൺമഷി എടുത്ത് 2 കണ്ണുകളും നന്നായി എഴുതി. എന്നിട്ട് ഒരു ചുവപ്പ് കളറുള്ള വട്ടപ്പൊട്ടും തൊട്ടു. അതിനുശേഷം സിന്ദൂരം തൊടുവാനായി അതിൻ്റെ സ്റ്റിക്ക് എടുത്ത് നെറുകയിൽ നിന്ന് വരച്ചു. അതിനുശേഷമാണ് അവൾ സിന്ദൂരം തൊട്ടത്. കുറച്ചും മുല്ലപ്പൂ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ മഹിയേട്ടാ? അവനോടൊപ്പം കാറിൽ കയറവേ ഗൗരി തൻ്റെ പരിഭവം പങ്കുവയ്ക്കാൻ മറന്നില്ല. അതിന് മറുപടിയെ അവനെന്ന് പുഞ്ചിരി തൂകി. ഇരുവരും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം വന്നിട്ട് പോയതായിരുന്നു ആ ക്ഷേത്രത്തിൽ. അന്നാണെങ്കിൽ തൻ്റെ കാലി മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഗൗരി ഓർത്തു. എന്താണ് മാഡം ഇത്ര വലിയ ആലോചന? നമ്മൾ ആദ്യമായി അമ്പലത്തിലേക്ക് വന്നത് ഓർക്കുകയായിരുന്നേ. അന്ന് എന്നോട് എന്തൊരു ദേഷ്യമായിരുന്നു. എൻ്റെ കാലൊക്കെ മുറിഞ്ഞ് രക്തം വാർന്നിട്ട് പോലും എന്നെ മൈൻഡ് പോലും ചെയ്യാതെ പോയ ആളാണ്. അവളിത് പറഞ്ഞിട്ട് മഹിയെ ഒളിക്കണ്ണാലൊന്ന് നോക്കി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തെ ഭാവം മാറിയതായി അവൾക്ക് തോന്നി. സോറിടാ, അത്രമാത്രമേ മഹി അവളോട് പറഞ്ഞുള്ളൂ. എന്തോന്ന് സോറി? ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം സോറി എന്ന് 2 വാക്ക് പറയുമ്പോൾ എല്ലാം തീർന്നെന്നാണോ? അവനെ നോക്കി കുറുമ്പോടെ അവൾ ചോദിച്ചു. അവൻ എന്തെങ്കിലും മറുപടി പറയുമെന്ന് കരുതിയെങ്കിലും മഹിയുടെ ഭാഗത്തു നിന്നും ഒരക്ഷരം പോലും വന്നില്ല. വലിയ പുള്ളിയായിരുന്നു. ഗൗരിയെ വേണ്ട. 6 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ്. 25 ലക്ഷം രൂപ തിരികെ വേണം. എന്തൊക്കെ ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ദേ കിടക്കുന്നു. ഈ ഗൗരി ആരാണെന്ന് കരുതിയത്? ഞാൻ വിചാരിച്ച പലതും നടക്കും. മനസ്സിലായോ മഹേശ്വർ സാറേ? അവൻ്റെ കൈത്തണ്ടിയിൽ ഒന്ന് അമർത്തി നുള്ളിക്കൊണ്ട് ഗൗരി മഹിയെ നോക്കി. സോറി ഗൗരി, നീ ഇത്രമാത്രം പാവമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. 25 ലക്ഷം രൂപയൊക്കെ മേടിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നോടും നിൻ്റെ അമ്മയോടുമൊക്കെ വെറുപ്പായിരുന്നു. പ്രധാനമായിട്ടും നിന്നോട് ദേഷ്യം കാണിച്ചത് ആ കാരണത്താലായിരുന്നു. സോറി ഡി, റിയലി സോറി. എൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചു. അതെല്ലാം എനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. അതിന് പ്രായശ്ചിത്തമായി നിന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. ഉറപ്പാണോ? അതെ ഗൗരി. ശരി ശരി, എങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. സമ്മതിച്ചോ? സമ്മതം. എൻ്റെ ഗൗരിക്കുട്ടി പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. അതും പറഞ്ഞിട്ട് അവൻ കാർ കൊണ്ടുപോയി ഒതുക്കിയത് ഒരു പൂക്കടയുടെ മുന്നിലായിരുന്നു.
നിനക്ക് എത്ര മുഴം മുല്ലപ്പൂവാണ് വേണ്ടത്? മഹി വണ്ടിയിൽ നിന്നിറങ്ങി. അയ്യോ മഹിയേട്ടാ, ഞാനത് വെറുതെ പറഞ്ഞതായിരുന്നു. ഷോ, അതൊന്നും സാരില്ല. പൂ എത്ര വേണം? 2 മുഴം മതിയേട്ടാ. മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് മഹി അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. ഗൗരിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. അവളുടെ മിഴികൾ നിറഞ്ഞു. താൻ എത്ര കണ്ട് മോഹിച്ചതാണ് ഇങ്ങനൊരു ദിനം. തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കുവാൻ മഹിയേട്ടന് കഴിയുന്നുണ്ടല്ലോ. ആ മനസ്സ് നിറയെ താനാണെന്ന് അറിഞ്ഞ നിമിഷം ആ നെഞ്ചിൻ്റെ ചൂട് പറ്റി ഹൃദയത്താളം കേട്ടുകൊണ്ട് അങ്ങനെ കിടക്കാൻ അവൾക്ക് ഒരുപാട് മോഹം തോന്നി. ഡി, അവൻ്റെ അലർച്ചക്കെടുത്തും ഗൗരി ഞെട്ടി. എന്താ? അമ്പലമെത്തി. നടയടയ്ക്കുന്നതിന് മുൻപ് തൊഴുത്തിറങ്ങട്ടെ. അപ്പോഴാണ് അവൾക്ക് പരിസരബോധമുണ്ടായത്. ഒരു മന്ദഹാസത്തോടു കൂടി ഗൗരി വണ്ടിയിൽ നിന്നിറങ്ങി. മഹാദേവന് കൂവളത്ത് മാലയും പാർവതി ദേവിക്കായി തെച്ചിപ്പൂവും കോർത്ത ഒരു മാലയും മേടിച്ച് മഹി ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. നടക്കിൽ വെച്ച് നന്നായി തൊഴുതു പ്രാർത്ഥിക്ക്. എൻ്റെ മഹാദേവ, അങ്ങേപ്പോലെ ആവണം എൻ്റെ മഹിയേട്ടനും. അങ്ങയുടെ പ്രാണൻ്റെ പാതിയല്ലേ പാർവതി ദേവി, അതേപോലെ മഹേശ്വരൻ്റെ പാതിയാണ് ഈ ഗൗരിയും. പ്രണയത്തെ തൻ്റെ ഉടലിനോട് ചേർത്ത് പങ്കിട്ട അങ്ങയോട് എനിക്ക് ആരാധനയാണ്. ഈ ലോകത്തിൽ പ്രണയം എന്നാൽ ശിവനും ശക്തിയുമല്ലേ. പഞ്ചാഗ്നി മധ്യ തപസ് അനുഷ്ഠിച്ചുകൊണ്ടല്ലേ ദേവി തൻ്റെ പ്രണയം നേടിയെടുത്തത്. സ്വന്തം ഭാര്യയെ ഇത്ര കണ്ട് സ്നേഹിച്ച വേറൊരാൾ ഇതേവരെയും അങ്ങേക്ക് പകരമായി വന്നിട്ടില്ല. ഒരുപാട് ത്യാഗം സഹിച്ചവളാണ് ഞാൻ. ഇനി വയ്യ എന്നതിൽ പരം അതിനുള്ള ശേഷിയില്ല എന്ന് പറയുന്നതാവും സത്യം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ മതിയാക്കി ഞങ്ങൾക്ക് ഒരു പൊതുജീവിതം നൽകി അനുഗ്രഹിക്കണേ. മഹി തൻ്റെ തോൾ തട്ടിയപ്പോഴാണ് ഗൗരി കണ്ണുകൾ തുറന്നത്. ഇതേവരെയായിട്ടും പറഞ്ഞു കഴിഞ്ഞില്ലേ ഗൗരി? നേദ്യമാവാറായി, നമുക്ക് മടങ്ങണ്ടേ? മിഴികൾ തുടച്ചുകൊണ്ട് ഗൗരിയും മഹിയുടെ പിന്നാലെ നടന്നു. എന്തിനാ ഗൗരി നീ എപ്പോഴും ഇങ്ങനെ കണ്ണു നിറയ്ക്കണേ? എനിക്കത് കാണാൻ വയ്യാട്ടോ. അമ്പലം മുറ്റത്തുകൂടെ മഹിയുടെ കൈയും കോർത്തു പിടിച്ച് നടക്കുകയാണ് ഗൗരി. ആരോരുമില്ലാത്തവൾക്ക് അവളോട് ചേർത്ത് വെക്കാൻ ഒരാൾ വന്ന് കഴിയുമ്പോൾ എത്രമാത്രം നിർവൃതിയാണ് ഉണ്ടാകാറുള്ളത് എന്ന് മഹിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പറഞ്ഞ ആ ഒരാൾ ഞാനല്ല ഗൗരി, പിന്നെന്തേ എന്നോട് പറഞ്ഞാൽ? അതും പറഞ്ഞിട്ട് ചിരിയാലെ അവൻ അവളുടെ കോർത്തു പിടിച്ചിരിക്കുന്ന വിരൽ മടക്കിൽ ഒന്നമർത്തി. ഹാവു, ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും കാണും എന്ന് പോലും ഇല്ല. അവൾ കൈ കുടഞ്ഞിട്ട് അവനെ കുറിപ്പിച്ച് നോക്കി. അവളെ നോക്കി എന്ന് കണ്ണിറക്കിക്കൊണ്ട് മഹി കാറിലേക്ക് കയറി. വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. അമ്മയും ഏട്ടനും ഏട്ടത്തിയും. ദൈവമേ, ഇതെന്താ അമ്മേ ഒന്ന് വിളിച്ചു പോലും പറയാത്തത്? ഞങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നു കേട്ടോ. ഗൗരി അവിടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഹിമയാണ്. കുഞ്ഞിനെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ ചെറുതായി എന്ന് ചിണങ്ങി. ചെറിയമ്മേ മറന്നു വാവേ, കൂട്ടില്ലാട്ടോ. കുഞ്ഞിൻ്റെ കാൽ പിടിച്ചുകൊണ്ട് അവളെ വെള്ളിക്കൊലുസിൽ കിളുക്കിക്കൊണ്ട് ഗൗരി അവളെ കൊഞ്ചിച്ചു. ടീച്ചറമ്മയും ഹേമയും അപ്പോൾ നിറഞ്ഞ മനസ്സോടെ നോക്കി കാണുകയായിരുന്നു ഗൗരിയും മഹിയും. എൻ്റെ ഭഗവാനെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. എൻ്റെ കുട്ടികൾ സന്തോഷമായിട്ട് കഴിയണേ. മഹി വാതിൽ തുറന്നപ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. രണ്ടാളും മാച്ചിങ് ആണല്ലോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഗൗരിയെ. അത് പിന്നെ എഴുതി ഞാൻ മഹിയുടെ പിറന്നാളിന് വാങ്ങിക്കൊടുത്തതാണ്. ഓ കലക്കി ഗൗരി, രണ്ടാൾക്കും ചേരുന്നുണ്ട്. ഹിമ അവളുടെ തോളിൽ തട്ടി. ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു ഗൗരി അമ്പലത്തിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഇത് അവർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് അവൾ വീണ്ടും ഇഡലി പുഴുങ്ങുവാനായി വെച്ചു. ഗൗരി പോയി ഡ്രസ്സൊക്കെ മാറി വന്നേ, എന്നിട്ടാവാൻ ബാക്കി. കുഴപ്പമില്ല എടത്തി, ഞാനേ ചായ കൂടി വെക്കാം. അവൾ പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു. കുഞ്ഞിന് പൊടിയിടാതെ വെച്ച ശേഷം ബാക്കിയുള്ള എല്ലാവർക്കും ചായ കൈയെടുത്തു. എന്നിട്ടാണ് അവൾ റൂമിലേക്ക് വന്നത്. മഹി വേഷമൊക്കെ മാറിയിട്ട് ഒരു ടീഷർട്ടും മുണ്ടും എടുത്തിട്ടിരുന്നു. ഗൗരി തനിക്കായി ഒരു ടോപ്പും പലോസ പാൻറ്റും എടുത്തു വെച്ചു. ചേ, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നോ, എല്ലാം നശിപ്പിച്ചു. അവൻ പിറുപിറുത്തപ്പോൾ ഗൗരി അതിശയത്തോടെ മഹിയെ നോക്കി. എന്തേട്ടാ, എന്തു പറ്റി? എന്തു പറ്റാൻ, ഇത്ര പെട്ടെന്ന് അവരൊക്കെ വരുമെന്ന് ആര് കണ്ടു? ഈ എണ്ണത് എന്തൊക്കെയാണ് ഈ പറയുന്നേ? അവൾ തോളിൽ നിന്നും സേഫ്റ്റി പിൻ ഊരി വെച്ചുകൊണ്ട് മഹിയെ നോക്കി. മനസ്സിലായില്ലേ? ഇല്ല. ഉടുത്തിരുന്ന നേരത്തിൻ്റെ തുമ്പ് പറിച്ചെടുത്ത് എറിഞ്ഞുകൊണ്ട് മഹി അവളെയും പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടന്നിരുന്നു. മഹിയേട്ടാ, ഇതെന്താണ് ഈ കാണിക്കുന്നത്? വീടുന്നുണ്ടോ മര്യാദയ്ക്ക്? അവൻ്റെ കൈകളിൽ കിടന്ന് കുതിറുകയാണ് ഗൗരി. അടങ്ങി കിടക്കടി മര്യാദയ്ക്ക്. ഞാൻ എൻ്റെ പെണ്ണിനെ നല്ലോണം സ്നേഹിക്കട്ടെ. മഹിയേട്ടാ, വല്ലാണ്ട് ഓവറാവുന്നുണ്ട് കേട്ടോ. കിടന്ന് പിടയ്ക്കാതെ ഗൗരി. മര്യാദയില്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഇതെല്ലാം പറിച്ചെറിയും കേട്ടോ. മഹിയേട്ടാ പ്ലീസ്, അമ്മയും മേടത്തെയും ഒക്കെ താഴെയുണ്ട്, അത് മറക്കല്ലേ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണ്ടേ? അവനിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് ഗൗരി വേഗം എഴുന്നേറ്റു. വഷളത്തരം മൊത്തം പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? അവനെ നോക്കിയൊന്ന് കണ്ണുകൊട്ടി. നേരിതെടുത്ത് മാറിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ഡ്രസ്സ് മാറുവാനായി പോയി.